നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും ഇതുവരെ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരുന്നില്ല എന്നുള്ളത് വളരെ കഷ്ടമാണ്. അതെ, എന്ന് തുടങ്ങിയതാണ്? 4-ാം തീയതി തുടങ്ങിയത്. 4-ാം തീയതി തുടങ്ങിയതാണ്. 4-ാം തീയതി മാസം പൂർത്തിയാകുന്നു. അതെ, ഒരു മാസത്തെ അടുക്കാറാവുന്നു. 10 ദിവസത്തെ. ഇപ്പോഴും ഞാൻ ഈ മന്ത്രിമാരുമായിട്ട് നമുക്ക് അത്യാവശ്യം കണക്ഷൻ ഉണ്ടല്ലോ. അതെ, ഇപ്പോഴും പല മന്ത്രിമാരും ചുമതലയേറ്റിട്ടില്ല. കാരണം വകുപ്പ് വിജ്ഞാപനം നടത്തി കൊടുത്തിട്ടില്ല. ആർക്കെങ്കിലും വകുപ്പ് ഇതുവരെ അനുവദിച്ചു കൊടുത്ത് അങ്ങനെ ചുമതലയേറ്റ ആരും ഇല്ലല്ലോ. ഇല്ല. അതായത് ഇപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരാണെന്ന് അറിയാം, അതിന് മാറ്റം വരത്തില്ല. പക്ഷെ രമേശ് ചെന്നിത്തല പോലും പോയി ചുമതല ഏറ്റിട്ടില്ല. പക്ഷെ ചിലരുണ്ട്, ഉദാഹരണത്തിന് ഷിബു ബേബി ജോണിനോട് വനമാണ് എന്ന് തീർത്തു പറഞ്ഞു. അപ്പം ഷിബു തുടങ്ങി. പക്ഷെ ഇപ്പം ഷിബുവിന്റെ വനം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പുള്ളിയുടെ ആവശ്യമല്ല, അത് സഭയുടെ ആവശ്യം. അത് രസം. ഞാൻ ഷിബു ബേബി ജോണിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോട് മുഖ്യമന്ത്രി പറഞ്ഞതും KPCC പ്രസിഡന്റ് പറഞ്ഞതും നിങ്ങൾക്ക് വനവും കശുവണ്ടിയും നൈപുണ്യ വികസനമാണെന്ന് പറഞ്ഞു. ഇതുവരെ എന്നോട് അല്ല എന്നാരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഫിഷറീസ്? അല്ല, എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഫിഷറീസ് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഫിഷറീസ് എടുക്കുന്നതിന് അത് ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് എക്സ്പോർട്ട് ഒക്കെ ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹം ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം അതിനകത്ത് വഴിവിട്ട് പെരുമാറി എന്നുള്ള ഒരു ആരോപണം കൂടി വരാനുള്ള സാധ്യത. അദ്ദേഹം വനം വകുപ്പ് ചോദിച്ചു വാങ്ങിയതല്ല. എന്നോട് പറഞ്ഞു അദ്ദേഹം താല്പര്യം കാണിച്ചത് ജലവിഭവശേഷിയായിരുന്നു. പ്രധാന വകുപ്പൊന്നും കിട്ടത്തില്ല, റവന്യൂ കിട്ടത്തില്ല, അല്ലെങ്കിൽ മറ്റേ ആരോഗ്യം കിട്ടത്തില്ല, PWD ഇല്ല, വിദ്യാഭ്യാസമില്ല. പുള്ളി ചോദിച്ച ഒരു വകുപ്പേ ഉള്ളൂ, അത് കിട്ടിയില്ലെന്ന് പറഞ്ഞു. ടൂറിസം. കാരണം പുള്ളിക്ക് ടൂറിസത്തെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്. പുള്ളി എനിക്കത് റിസോർട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, റിസോർട്ടും ഉണ്ട്. അദ്ദേഹത്തിന് ഈ വിദേശയാത്രകളും അങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ചില മാറ്റം വരുത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നു, ചോദിച്ചു, പക്ഷെ തന്നില്ല. അപ്പൊ ഇങ്ങോട്ട് അലോട്ട് ചെയ്തിരിക്കുന്ന 3 ഈ വനവും നൈപുണ്യ വികസനം. അപ്പൊ ഞാൻ എന്റെ പണിയായിട്ട് തുടങ്ങി, ബാക്കി വരുന്നിടത്ത് വരട്ടെ എന്നുള്ളതാണ് പുള്ളിയുള്ളത്. പക്ഷേ മിക്കവരും തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ടില്ല. ഇവരെല്ലാം ഓഫീസ് സ്വീകരിച്ചിട്ടും ഇല്ലെന്ന് തോന്നുന്നു. ഇവരുടെ എല്ലാം ഓഫീസ് അനുവദിച്ചിട്ടുണ്ട്. ബോർഡ് അനുവദിച്ചാൽ മതി. വകുപ്പ് പറഞ്ഞാൽ മാത്രം. അത് വിജ്ഞാപനം ഇറങ്ങി ഗവർണർ വിജ്ഞാപനം ഇറക്കണം. അത് എല്ലാവരും കൂടെ ഒന്നിച്ചല്ലേ പറ്റൂ, ഒരാളെ തന്നെ പറ്റത്തില്ല. എല്ലാവരും ഒരുമിച്ച് ഗവർണർക്ക് ഇവർ തീരുമാനിച്ചറിയിക്കണം. അപ്പൊ ഇവര് UDF ചർച്ച ചെയ്തില്ല ഈ സംഭവം. അല്ല, ഇതിന്റെ പ്രോബ്ലം ഇതൊന്നും UDF ചർച്ച ചെയ്യുന്ന സാധനം അല്ല. ഇത് മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഇതിനകത്ത് തുടക്കം ഉണ്ടാകുന്ന പ്രശ്നം, നമ്മളിപ്പോ ഈ ചർച്ച ഒരുപക്ഷെ നമ്മുടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പക്ഷെങ്കിൽ വകുപ്പ് വിഭജനം വന്നെന്ന് പറഞ്ഞേക്കാം. കാരണം 6 മണിക്ക് മുമ്പാണ് നമ്മളിത് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇവിടെയുള്ള പ്രോബ്ലം വെച്ചാൽ ലീഗ് അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു വകുപ്പും വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല. അവിടെയാണ് അടിസ്ഥാന പ്രശ്നം. കാരണം 2011 ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ലീഗ് വളരെ ശക്തമായി. ലീഗ് ഇല്ലെങ്കിൽ അവർക്ക് ഭരിക്കാൻ പറ്റുമായിരുന്നില്ല. ആ സാഹചര്യത്തിൽ ലീഗിന് അങ്ങനെയാണ് 5 മന്ത്രിസ്ഥാനം കൊടുക്കുന്നത്. മന്ത്രിക്ക് വേണ്ടി അവർ എന്തും വേണ്ടി മസിൽ പിടിച്ചു, അത് കൊടുക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയായി കൊടുത്തു. ആ 5 മന്ത്രിസ്ഥാനം കൊടുത്തു, ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൊടുത്തു. ഇപ്പൊ അതിൽ നിന്നൊന്നും വിട്ടുവീഴ്ചയില്ല. അവർ വ്യവസായം, ഉന്നത വിദ്യാഭ്യാസം അവിടെയാണ് അന്നെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അന്ന് ഒരു വിദ്യാഭ്യാസം ഉള്ളൂ. ഉന്നത വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസം ഒരാളാണ്, ഒറ്റ ഇതായിരുന്നു. പക്ഷെ പിണറായി ചെയ്തൊരു വലിയ ഉപകാരം, ഇത് രണ്ടാക്കിയത് കൊണ്ട് UDFന് കുറച്ചുകൂടെ ബാർഗെയിനിങ് പവർ വന്നു. കാരണം അല്ലെങ്കിൽ വിദ്യാഭ്യാസം എടുക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. മൊത്തം മുച്ചൂടെ ഒരാളെ ഇരിക്കാൻ. അതുകൊണ്ട് എന്നെ ഇവർ ശ്രമിച്ചതെന്ന് വെച്ചാൽ UDF ഈ ഉന്നത വിദ്യാഭ്യാസവും LDFന്റെ കാലത്ത് ഓർക്കുക, ഇപ്പം ആരായിരുന്നു ഉന്നത വിദ്യാഭ്യാസം? ബിന്ദുവായിരുന്നു ഉന്നത വിദ്യാഭ്യാസം. പൊതുവിദ്യാഭ്യാസം നമ്മുടെ മാമനായിരുന്നു, അപ്പൂപ്പൻ വി ശിവൻകുട്ടി. അതിന് മുമ്പ് സി രവീന്ദ്രനാഥായിരുന്നു. അപ്പൊ മറ്റേ ജലീലായിരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ അടിസ്ഥാനപരമായി തർക്കവും അവകാശവാദവും ഉണ്ടാകുന്ന സ്കൂളുകൾക്ക് വിദ്യാഭ്യാസം അത് ലീഗിന് കൊടുത്തു. നിങ്ങൾ എടുത്തു, ഉന്നത വിദ്യാഭ്യാസം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. കോളേജുകളും മറ്റേ പ്രൊഫഷണൽ കോളേജുകളും ഇതെല്ലാം ഉന്നത വിദ്യാഭ്യാസം. ഈ ഉന്നത വിദ്യാഭ്യാസം എടുക്കാൻ തീരുമാനിച്ചതോടെ അവിടെ വീണ്ടും പ്രശ്നമായി. വലിയ ഞാൻ ഇന്ന് ഞെട്ടിപ്പോയത്, ഏതാണ്ട് 75ഓളം മുസ്ലിം പ്രമുഖർ, അത് മലയാളികളാണെന്ന് എനിക്കറിയില്ല, ജർമ്മനി, മറ്റേ ഡൽഹി, ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റിയിലെ മുസ്ലിം മേഖലയിലെ പ്രമുഖരായ പല യൂണിവേഴ്സിറ്റിയിലൊക്കെ ആളുകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ലീഗ് ഏറ്റെടുക്കണമെന്ന്. അത് ഞാനും കണ്ടായിരുന്നു, എനിക്കും കിട്ടിയായിരുന്നു സംഭവം. നോക്കൂ, എന്തൊരു വിചിത്രം. നമ്മൾ കേട്ടിട്ട് പോലില്ലാത്ത പേരുകൾ. മതേതര സംസ്ഥാനത്തെ ഒരു മതേതര സർക്കാർ ചുമതലയേൽക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിക്ക് ആ പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടി മതം നോക്കി ഒരു വകുപ്പ് വേണമെന്ന് വാശി പിടിക്കുന്നത് എന്ത് വിചിത്രമാണ്. ഇത് തന്നെയാണ് നേരത്തെ ഭയന്നിരുന്ന ഒരു സംഭവം. BJPയും CPMഉം ഇവിടെ പ്രചാരണം നടത്തിയിരുന്നത് ഇത് തന്നെയാണ്. അവരെന്താണ് ഭയന്നത് അത് കൃത്യമായി. ഇത് ഞാൻ ചോദിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, VD സതീശൻ ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഈ വകുപ്പ് വിഭജനം. വേറെ കാര്യം ചിന്തിക്കണം, ന്യൂനപക്ഷ വകുപ്പുമായി ബന്ധപ്പെട്ടൊരു തർക്കം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതായത്
ന്യൂനപക്ഷ വകുപ്പ് എക്കാലത്തും മുസ്ലിം മേഖലയിലുള്ളവർക്കാണ്. അതെ. അത് ഇടതുപക്ഷമാണെങ്കിലും UDF LDF. അപ്പൊ ക്രൈസ്തവ സഭ മുമ്പോട്ട് വെച്ചു ഞങ്ങൾക്കും അവസരം വേണമെന്ന്. അതെ, ന്യൂനപക്ഷത്തിൽ ക്രൈസ്തവരും വരുന്നുണ്ട്, തീർത്തും മുസ്ലിംസും അവരാണ് യഥാർത്ഥ ന്യൂനപക്ഷം. കാരണം ചെറിയ ആളുകളാണ്. അതെ. അപ്പോൾ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസിന് കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ ഭയങ്കര ബഹളം ഉണ്ടായി. ഒരാഴ്ചക്കകം വകുപ്പെടുത്ത് ഇവർക്ക് കൊടുത്തു. ആർക്കാരും ജലീലിനും എനിക്കൊന്ന് കഴിഞ്ഞ പിന്നെ മറ്റേ ഇയാൾക്ക് അബ്ദുൾ റഹ്മാൻ കൊടുത്തു. അബ്ദുൾ റഹ്മാൻ കൊടുത്തു. ഇതുപോലെ തന്നെ ഇത്തവണ അങ്ങനെ തർക്കമേ ഇല്ല. ന്യൂനപക്ഷം അവരുടെ തന്നെയാണ്, അവരെ അങ്ങ് എടുത്തു, മുസ്ലിം ലീഗ് എടുത്തു. ആകെ തർക്കം ഈ ഉന്നത വിദ്യാഭ്യാസവും ഫിഷറീസ് മാനിച്ചപ്പോൾ അവർക്ക് ഫിഷറീസ് കൊടുത്തു. അവരിപ്പോ ബാർഗെയിൻ ചെയ്യുന്ന കണ്ടില്ലേ, നിങ്ങൾ ഫിഷറീസ് ഇങ്ങനെ അന്നേരം ഉന്നത വിദ്യാഭ്യാസം തരാം. അത് എന്താ പറയുന്നത്, ചക്ക കൊടുത്തിട്ട് മാങ്ങ മേടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. അപ്പൊ ഈ ഫിഷറീസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സഭ ആവശ്യപ്പെടുന്നു. ലത്തീൻ സഭ ഏറ്റവും അധികം അഫക്റ്റഡ് പാർട്ടീസ് ലത്തീൻ സഭ. അതെ, അവർക്ക് ഒരു മന്ത്രിയെ കിട്ടി. പാടെ ഷിബു അവരാഗ്രഹിച്ച ഷിബുവിൻ്റെതായ രീതിയിൽ. ഷിബു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതെ, ഇടതുപക്ഷമാണല്ലോ. വിൻസെന്റിനെയാണ് അവർ സഭയുടെ ഒരു മന്ത്രി എന്നതിൽ അവർ ശ്രമിച്ചത്. അല്ലെങ്കിൽ വിനോദ് ആയാലും മതി എന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിന് സാധിച്ചില്ല എന്നുള്ള അതൃപ്തി അവർക്കുണ്ട്. ഈ അതൃപ്തി പരിഹരിക്കാൻ വേണ്ടിയാണ് VD സതീശൻ മന്ത്രി സത്യപ്രതിജ്ഞയ്ക്ക് ഉടൻ തന്നെ ഈ അരമനെ പോയി കണ്ടത്. ലത്തീൻ ബിഷപ്പിനെ പോയി കണ്ടത്. ആ ബിഷപ്പിനെ പോയി കണ്ട ആ സെക്കൻഡിൽ അവർ വെച്ച് ഉന്നയിച്ച ആവശ്യമാണ് ഈ വകുപ്പ് വേണം. ഈ വകുപ്പ് കൊടുക്കാൻ അവരുടെ ഏക മന്ത്രി ഷിബുവാണ്. അതെ. അപ്പൊ ഷിബു പറയുന്നത് ഷിബുവിന് വേണ്ട, എനിക്ക് വേണമെന്നില്ല, തന്നോ, പക്ഷെ എന്റെ നിലവിലുള്ള വകുപ്പുകൾ ഞാൻ ഭരണം തുടങ്ങി അത് തന്നെ വേണം. അതിന് കൂട്ടത്തിൽ തന്നോളാം, പറ്റത്തില്ല. വനം തിരിച്ചു കൊടുക്കണം. വനം ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ്. വനത്തിന് പകരം ഫിഷറീസ്. വനം കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല വകുപ്പാണ്. ഒരു ഘടകകക്ഷിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വകുപ്പാണ്. ഇപ്പൊ NCP ശശീന്ദ്രൻ കൊടുത്തെന്ന് പറഞ്ഞാൽ അന്ന് പിണറായി വിജയനുമായിട്ട് പുള്ളിക്ക് ഒരു ലിങ്ക് ഉള്ളതുകൂടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് അന്ന് കൊടുത്തത്. പക്ഷേ വനം വകുപ്പ് ഷിബു ഭരിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. കാരണം ഷിബുവിന് നല്ല വിഷനുണ്ട്, കാര്യങ്ങൾ ചെയ്യാൻ അറിയാം. ഈ വനം ഈ നിസ്സാരമായ വകുപ്പല്ല. ഞാൻ അദ്ദേഹത്തോട് ഇന്നും വിശദമായി സംസാരിച്ചു. ബൃഹത്തായ ഒരു വകുപ്പാണ്. ഉദാഹരണത്തിന് ഈ 2 പോളിസി ഞാൻ അദ്ദേഹത്തോട് 2 പോളിസി എടുത്താൽ കാര്യങ്ങൾ എളുപ്പമോ. അദ്ദേഹം പറഞ്ഞു കറക്റ്റ് ആ 2ആണ് എൻ്റെ പോളിസി. ഒന്നാമത്തെ പോളിസി എന്ന് പറഞ്ഞാൽ വനം ആരെയും കൊള്ളയടിക്കാൻ സമ്മതിക്കരുത്. വനം ഒരു കൊള്ള സംഘമാണ്. അതിനകത്തിരിക്കുന്ന മരത്തിന്റെ കണക്ക് നമുക്ക് ആർക്കും അറിയില്ല. അതിനകത്ത് മൃഗങ്ങളുടെ കണക്ക് ആർക്കും അറിയത്തില്ല. ഇത് മുഴുവൻ ഒരു മാഫിയ സംഘത്തിന്റെ കൈകളിലാണ്. അതിനെ തടയിടുക ഫസ്റ്റ്. സെക്കൻഡ് എന്ന് പറയുന്നത് വനമല്ല വലുത്, മനുഷ്യനാണ് വലുത്. ആ ഒരു നിലപാടെടുക്കും. ആ നിലപാട് വനം വകുപ്പ് എടുക്കണം. അതായത് ഇപ്പൊ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ വനം വകുപ്പ് കടന്നു കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുക. ഈ രണ്ടും ആണ് പോളിസി. മാൻ ആൻഡ് വൈൽഡ് കോൺഫ്ലിക്ട്സിനൊപ്പം തന്നെ മാൻ ആൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കോൺഫ്ലിക്ട്. അതിൽ അതുകൊണ്ട് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഷിബുവിനോട് താല്പര്യമില്ല. കാരണം ഷിബു കുറച്ചുകൂടെ മനുഷ്യപക്ഷത്ത് നിന്ന് മനുഷ്യന് ആണ് ഫസ്റ്റ് പരിഗണന എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഫോറസ്റ്റുകാരുടെ ഒരു ലക്ഷ്യം അറിയാമല്ലോ, അവര് മനുഷ്യരെയാണ് മൃഗങ്ങളായിട്ട് കാണുന്നത്. അവര് പരമാവധി അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളാണ് അവർ. അതെ, അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ പണി അതാ. അതെ, വന്യമൃഗ സംരക്ഷണമാണ് അവരുടെ നിയമം. അതെ, കേന്ദ്ര നിയമം കടുപ്പത്തിലുള്ളതാണ്. അല്ല, അത് സ്വാഭാവികമായും ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പരിസ്ഥിതി സംരക്ഷണത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നിയമം കർശന നിയമങ്ങൾ. പക്ഷേ ഈ കേന്ദ്രത്തിൽ നിയമം ഉണ്ടാക്കുന്നവർക്ക് അറിയാവോ നമ്മുടെ നാട്ടിലെ അവസ്ഥ? അത് ഇതിന്റെ ഭൂപ്രകൃതി അവർക്ക് അറിഞ്ഞുകൂടാ. അവിടെയാണ് പ്രശ്നം. അതായത് കേരളം പോലൊരു നാട്ടില് ഭൂരിഭാഗവും വനമാണ്. ഈ വനത്തിന്റെ അതിർത്തിയോട് ചേർന്ന് താമസിക്കാതെ നമുക്ക് വേറെ താമസിക്കാൻ സ്ഥലമില്ല. അവിടെയാണ് ഒരു പ്രശ്നം. പക്ഷെ അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ വനത്തിനകത്തു നിന്നുള്ള കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ കാരണമാണ് ഈ വന്യമൃഗങ്ങളുടെ നാട്ടിലേക്ക്. കാലാവസ്ഥ മാത്രമല്ലേ, ഇത് ചില പ്രോജക്റ്റുകളുണ്ട്. ഉദാഹരണത്തിന് അടിക്കാട് വെട്ടുന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രോജക്റ്റാണ് വനത്തെ നശിപ്പിച്ചത്. ഈ വനം എന്ന് പറയുന്നത് ചെറുകാടുകൾ മുതൽ വൻ മരങ്ങൾ വരെയുള്ളതാണ്. ഇതിന്റെ അടിക്കാട് വെട്ടി വെളുപ്പിക്കുമ്പോൾ അവിടെ അത് കഴിച്ച് വളരേണ്ട മാനുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ സാധനങ്ങളും എന്ത് ചെയ്യും, അവർക്ക് കിട്ടാതെ വരും. അവർ പുറത്തേക്ക് ഇറങ്ങും. അവരെ തപ്പി ഇവരെ കഴിച്ചുകൊണ്ടിരുന്ന ആളുകള് ഇവരെ കഴിച്ചുകൊണ്ടിരുന്ന പുറത്തേക്ക് വരും. ഇതാണ് ഒരു വശം. ഈ ആനയെ സംബന്ധിച്ചുള്ള ആനയ്ക്ക് വിശാലമായി അവിടെ കഴിയുണ്ടാവും. ഉദാഹരണത്തിന് ആനയ്ക്ക് വേണ്ട പനകളും ആന കഴിക്കുന്ന സാധനങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു. അടിക്കാട് വലിയ മരങ്ങൾക്ക് വേണ്ടി വെട്ടിക്കളഞ്ഞു. ഈ എന്ന് വെച്ചാൽ ഇനി മാത്രമല്ല, ഇവിടെ എല്ലാം കൊണ്ട് പലയിടത്തും സൗന്ദര്യവൽക്കരണം എന്ന് പറഞ്ഞ ഈ കൊന്ന നട്ടു. ഈ ഒരു അധിനിവേശ സസ്യമേ അത് മാറി. ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയിലേക്ക് ഇത്തരം കൊന്നകൾ പടർന്നിരിക്കുകയാണ്. പലയിടത്തും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഈ പറയുന്ന ഈ ആനകൾ ഇറങ്ങി വരുന്നു. അതുപോലെ തന്നെ കടുവകളൊക്കെ ഇഞ്ഞ് നേരത്തെ ഉൾവനത്തിൽ മാത്രം കണ്ടിരുന്ന സാധനങ്ങളാണ്. അല്ല, ഈ ആനിക്ക വിളയുണ്ടല്ലോ, നമ്മുടെ ആഞ്ഞിലിയുടെ സാധനം, ആഞ്ഞിലിക്ക വിള
പണ്ടൊക്കെ കാടുകളിൽ ഏറ്റവും വലിയ മരങ്ങൾ ആഞ്ഞിലിയായിരുന്നു. അതെ. ഈ ആഞ്ഞിലി പഴുത്ത് കഴിയുമ്പോൾ ഇത് മുഴുവൻ നല്ല അതാണ് കിളികൾക്ക്, ചെറുകടപ്പ സാധനങ്ങൾക്ക് എല്ലാം കഴിക്കാൻ പറ്റുന്നത്. ഒരു 100,000 എണ്ണം ഉണ്ട് വീട്. അതൊന്നുമില്ല. ഇപ്പൊ നീ ആഞ്ഞിലിക്ക നേരത്തെ നമ്മുടെ വെളിയിലും ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ. ഇപ്പൊ ആ സാധനമില്ല. വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്ന മയിലിനെ കാണുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഭയങ്കര രസമല്ലേ മയിൽ വന്നു. പക്ഷെ ഇതൊരു വലിയ ഒരു ദുരന്തത്തിന്റെ ഒരു മുന്നറിയിപ്പാണ്. അതുപോലെ കുരങ്ങൻ, പിന്നെ പന്നി, ഈ മുള്ളം പന്നി. ഇപ്പൊ തന്നെ അറിയാമല്ലോ നമ്മുടെ അവിടെ ആ പറമ്പിൽ തന്നെ എന്തും വേണ്ടി മുള്ളം പന്നിയാണ് വന്ന് കയറുന്നത്. അപ്പൊ ഈ പറയുന്ന മൃഗങ്ങൾ മൊത്തം വരുന്നു. അവരുടെ ആവാസ വ്യവസ്ഥ അതിലംഘിക്കപ്പെടുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത്. എനിവേ, അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ തർക്കം നിൽക്കുവാണ്. അതെ. ഈ മന്ത്രി സമുദ്രം സാനാട് നിൽക്കുവാണ്. അതെ. അതുകൊണ്ട് മന്ത്രിമാരെ പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല. ആലോചിച്ച് നോക്കുക. ഈ ഉന്നത വിദ്യാഭ്യാസം എഴുതുമ്പോട്ടും വകുപ്പ് പ്രഖ്യാപിക്കാൻ ഇത് മൊത്തത്തിൽ ചുമക്കാൻ പറ്റുന്നില്ല. അല്ല, മൊത്തം തുടക്കത്തിലെ കല്ലുകടിയാണ്. ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത ഇന്നലെ വൈകിട്ട് ഈ വകുപ്പുകൾ പ്രഖ്യാപിക്കേണ്ടതാണ്. ഇന്നലെ വൈകിട്ട് വകുപ്പ് വിഭജനത്തിന് ശേഷമാണല്ലോ മന്ത്രിമാരെ ഒന്നിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇത് ഇന്നലെ വൈകിട്ട് പ്രഖ്യാപിക്കേണ്ടതാണ്. ഇന്ന് ഇതുവരെയായി. ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനിടയ്ക്ക് ലിജു സഹകരണം കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുരളീധരൻ ദേവസ്വം ഇല്ലെന്ന് പറയും. അല്ല, ഈ കോൺഗ്രസ് മന്ത്രിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യപ്പെടുന്ന കഥയൊന്നുമില്ല. ഇല്ല, അത് അവർ ഇവർ ലീഗിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പ്രഖ്യാപിക്കുന്നതിന് ബാക്കി ഘടകകക്ഷിയുടെ വകുപ്പ് ഞാൻ പിന്നെ ഉടുപ്പ പിടിക്കും. ഒരുപാട് പേര് കമന്റ് പറയും ഈ ഒരു വർമാജി, നമ്മുടെ പൂഞ്ഞാർ കൊട്ടാരത്തിലുള്ള ഒരു വർമ്മ എന്ന് പറയുന്ന അദ്ദേഹമുണ്ട്. അത് എറണാകുളത്ത് താമസിക്കുന്നത്. അത് എനിക്ക് മെസ്സേജ് അയച്ചു, ദയവായിട്ട് ഈ മുണ്ടെപ്പെടുത്ത ഇടയ്ക്കിടയ്ക്ക് മുണ്ട് ഞാനത് ഒരുപാട് കമന്റ് വരുന്നുണ്ട്. നമ്മുടെ കമന്റ് വായിക്കാൻ പിടിക്കരുത് ഓർത്തിരുന്നിട്ട് അറിയാതെ പിടിച്ചുപോയി. അപ്പൊ ഈ വകുപ്പ് വിഭജനം നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നമായി മാറും. ഇതേ സമയം തന്നെ മറുഭാഗത്ത് പലതരത്തിലുള്ള ഞാൻ ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി മിടുക്കനാണ്. അദ്ദേഹത്തിൻ്റെ പല പ്രഖ്യാപനങ്ങളും കയ്യടി നേടുന്നു. ഇപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ, ഇപ്പോൾ എൻ്റെ മകൻ, എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന മകൻ ഇളയവൻ വാർത്തയോട് താല്പര്യമില്ല. എൻ്റെ 3 മക്കളിൽ അവന് 10ാം ക്ലാസ് പഠിക്കുക. ഇവിടെ ഇല്ല, ഇംഗ്ലണ്ടിലാണ്. അപ്പം ഞാൻ അവനോട് ഇന്നലെ അങ്ങോട്ട് പോകുന്ന നേരത്ത് സംസാരിച്ചപ്പോൾ ഞാൻ അവനോട് ചോദിച്ചോടാ മോനെ, നമ്മുടെ ഇവിടെ സർക്കാരൊക്കെ മാറി, നീ അറിഞ്ഞോ എന്ന് ചോദിച്ചു. അറിഞ്ഞാ നീ അറിഞ്ഞോ? പിന്നെ പിണറായി വിജയൻ മാറിയല്ലേ എന്ന് ചോദിച്ചു. നീ എങ്ങനെ അറിഞ്ഞ? അല്ല, പിണറായി വിജയൻ അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നീ പുതിയ അറിയാം, പേര് ഞാൻ മറന്നു. പക്ഷെ വണ്ടിയെല്ലാം മോഡിഫിക്കേഷൻ നടത്താമെന്ന് സംബന്ധിച്ചാണ് ആ പുള്ളിയല്ലേ അത് ഇന്നലെ ആ പുള്ളിയെ ചോദിച്ചപ്പോൾ ഇന്നലെ മാധ്യമപ്രവർത്തി വെച്ച പുള്ളിയുടെ ഒരു എക്സ്പ്രഷൻ വന്നു. ഇന്ന് വൈറലാണ്. പുള്ളി ആ മുഖം വെച്ച് ഒരു എക്സ്പ്രഷൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ എല്ലാവരും ആ എക്സ്പ്രഷൻ മാത്രം കട്ട് ചെയ്തിട്ട് അതിനെ ഫില്ല് ചെയ്തോണ്ടിരിക്കില്ല. സമസ്യാപൂരണം പോലെ ഇപ്പുറത്ത് നിന്ന് വേറൊരു എക്സ്പ്രഷൻ ഇട്ട് കാണിക്കും. ഒരുപാട് ലേഡീസ് ഇത് റീൽസ് ആക്കി ഇറക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ മകൻ ഇത് ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ അവരുടെ അടുത്ത പോയി, അവനൊരു അവനൊരു അലമ്പൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള ആളാണ്, സമരം നടത്തണം. അപ്പൊ അവനോട് ഞാൻ ചോദിച്ചപ്പോൾ ഇത് ആ ചേട്ടൻ ആ സാറിന് ഞാൻ വോട്ട് ചെയ്യാന്ന് പറഞ്ഞു. എന്നെ കാര്യം ഈ വണ്ടിയെല്ലാം കിട്ടും. ജെൻസിയൊക്കെ വണ്ടികളെല്ലാം പണിഞ്ഞ് പുള്ളി മോഡിഫിക്കേഷൻ കൊണ്ടുവരാന്നുള്ള പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഇന്നലത്തെ പ്രഖ്യാപനങ്ങളിലെല്ലാം ഇന്നിപ്പം രക്ഷകവേഷം അണിഞ്ഞ് CPM എത്തിയിട്ടുണ്ട്. അത് കണ്ടില്ലേ? ഇത് ആശമാർക്ക് 3000 രൂപ കൂട്ടിയപ്പോൾ CPM ഭയങ്കര വിഷമം. എന്തുകൊണ്ട് 21,000 രൂപ ആക്കിയില്ല? ഇവർക്കും ചർച്ച ചെയ്യാൻ പോലും പറ്റിയില്ലല്ലോ. ഇവർക്ക് 1000 രൂപ കൂട്ടിയിരുന്ന 1000 രൂപ കൂട്ടാൻ പറ്റില്ല, ചർച്ച ചെയ്യാൻ പറ്റില്ല. അഹങ്കാരമായിരുന്നു. അല്ല, ഒറ്റ കണ്ടീഷനില്ല, 1 രൂപ കൂട്ടത്തില്ലെന്ന് പറഞ്ഞു. ഈ എളമരം കരീമെന്ന് പറയുന്ന CATUവിന്റെ നേതാവ് പറഞ്ഞു, ഇതെന്തൊരു സമരമാണ്, ഇത് സമരമല്ല, ഇത് സ്പോൺസേർഡ് സമരമാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരല്ലേ. 3000 കൂട്ടിയത് മാത്രമായിട്ട് പറഞ്ഞു തുടക്കമാണ്. അതെ, യഥാർത്ഥത്തിൽ അവർക്ക് 21,000 അർഹതയുണ്ട്. അത് തുടക്കമാണ്. അത് തുടക്കമാണ്. അത് മാത്രമല്ല, ഇതിനൊരു കണക്ക് ഇവർ പറയുന്നുണ്ട്. ഇത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 1000 രൂപയായിരുന്നത് പിണറായി വിജയൻ 10 വർഷം കൊണ്ട് 9,000 രൂപയാക്കി. അപ്പോൾ ഈ 10 വർഷം കൊണ്ട് 9,000 ആക്കിയതാണോ, ഒറ്റ ദിവസം കൊണ്ട് 3,000 ആക്കിയതാണോ വലുതെന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കം നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കോൺഗ്രസ് അനുകൂലികൾ പറയുന്നത് എന്താ, നിങ്ങൾ 10 വർഷം കൊണ്ട് 9,000 ആക്കി, അതായത് 8,000 രൂപ കൂട്ടി. അതൊക്കെ ഫാക്ച്വൽ ആണോ നോക്കണം. അല്ല, അങ്ങനെയാണ്. അപ്പൊ ഈ 3,000 രൂപ ഒറ്റ അടിക്ക് കൂട്ടിയ വി ഡി സതീശനിലെയോ മാസ് എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം KP ഷൗക്കത്ത് അലിയെ തിരിച്ചു കൊണ്ടുവന്നുള്ളതാണ്. KP ഷൗക്കത്ത് അലിയെ, പക്ഷേ ഈ ഒരു കേസൊന്നും പിന്നെ അന്വേഷിക്കാൻ തക്കതായിട്ടൊന്നും പുള്ളി ആവശ്യമില്ല. അല്ല, അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അത് കൊണ്ടുവരുന്നതിൻ്റെ അകത്തൊരു കാരണമുണ്ട്. ഒന്ന്, തീർച്ചയായും ഇതിനകത്തൊരു PR വർക്കൂടെ ഉണ്ട്. കാരണം കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വികാരമായ വിഷയം. ആ കോൺഗ്രസ് പ്രവർത്തക വികാരത്തിനകത്ത് ഇതിനകത്ത് അനുകൂല ഘടകം എന്താണെന്ന് വെച്ചാൽ മജിസ്ട്രേറ്റ് കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അത് ഇതുവരെ നടപ്പാക്കി. അത് നടപ്പിലാക്കാൻ വെക്കുമ്പോൾ ഏറ്റവും മികച്ചൊരു ഉദ്യോഗസ്ഥനെ വെച്ചാൽ ആ ഉദ്യോഗസ്ഥൻ പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കേണ്ടതും തെളിവ് കൊടുക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഏതാണെന്നറിയാമോ? ഇത് ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായി ചെയ്തതാണോ? അല്ല, ഞാൻ പറഞ്ഞ ഔദ്യോഗിക ഡ്യൂട്ടി മുഖ്യമന്ത്രിയുടെ ജീവന സുരക്ഷ
ജീവന്റെ ഒരു പ്രശ്നം ഉണ്ടായാൽ ജീവൽ ഭയമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി വെടിവെക്കാൻ പോലും അധികാരമുണ്ട്. ഇത്തരത്തിലാണോ അല്ലയോ എന്നുള്ളതാണ് കണ്ടെത്തുന്നത്. പക്ഷേ ഇത് കസ്റ്റഡി ഇരുന്നവരെയാണല്ലോ അടിച്ചത്. അതൊന്ന്. രണ്ട്, മുഖ്യമന്ത്രി വാഹനം കടന്നുപോയതിനു ശേഷമാണ് മുഖ്യമന്ത്രി വാഹനം കടന്നുപോയി പിന്നാലെ വന്ന വണ്ടി നിർത്തിയിട്ട് വടിയെടുത്ത് തല്ലി എന്നതുകൊണ്ട് തന്നെ ഇത് ഗൗരവമായ വിഷയം. ഇദ്ദേഹം ആണ് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ വെച്ചതിന് ഗുണം എന്ന് വെച്ചാൽ നല്ല ഷാർപ്പായിട്ട് ഓഫീസറാണ്. അപ്പൊ ഇദ്ദേഹം വളരെ കൃത്യമായി ഇവരെ പിരിച്ചുവിടാനുള്ള നിയമപരമായ എല്ലാ സാഹചര്യങ്ങളും ക്ലിയർ ചെയ്ത് തരാനുള്ള സാധ്യതയുണ്ട്. അത് സൃഷ്ടിക്കും. കാരണം അദ്ദേഹത്തിന് ആ TP വധക്കേസിൽ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഇങ്ങേർക്ക് IPS കൺഫർ ചെയ്യാൻ പോലും ഇവര് മടിച്ചു. നമ്മളാണെന്ന് വാർത്ത കൊടുത്തത്. അതായത് ഞാനാ വാർത്ത കൊടുത്തത്. അതായത് ഈ IPS കൺഫർ ചെയ്യാൻ നേരം ഇദ്ദേഹത്തിന് യാതൊരു മൈനസ് മാർക്കും ഇല്ല. 91 ബാച്ചിൽ സബ് ഇൻസ്പെക്ടറായിട്ട് കയറി 1ാം റാങ്കാണ് സ്റ്റേറ്റ് 95 ബാച്ച് സബ് ഇൻസ്പെക്ടർമാർ കൊടുത്ത് 1ാം റാങ്ക് 95. അപ്പൊ ഈ പറയുന്ന അദ്ദേഹത്തിനാണ് ആദ്യം IPS കൺഫർ ചെയ്യേണ്ടത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു ബ്ലാക്ക് മാർക്കും ഇല്ല, ഇന്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് എല്ലാം ഓക്കെ, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇയാൾക്ക് കൊടുക്കരുതെന്നല്ല, കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല, ഉടനെ കൊടുക്കരുത്. ഇങ്ങനെ ഇത് നീട്ടും. ഇവരതിന് ചെയ്ത പണി അറിയാം. ഒറിജിനൽ ഉത്തരവ് അയച്ചു കൊടുക്കേണ്ടടുത്ത് ഒരു ഫോട്ടോസ്റ്റാറ്റ് അയച്ചു കൊടുക്കും. തന്ത്രപ്രധാന ഉത്തരവ്. ഇപ്പൊ UPSCയുടെ ഈ DPC കൂടുകയാണ്, അത് അവരുടെ പ്രൊമോഷൻ കമ്മിറ്റി കൂടുകയാണ്, IPS കൊടുക്കാൻ കൺഫർ ചെയ്യാനുള്ള. അപ്പൊ ഇവിടുന്ന് ചെല്ലുമ്പോൾ അവർ നോക്കുമ്പം ഒറിജിനൽ ഉത്തരവിനകത്തിരിക്കുന്ന ഫോട്ടോസ്റ്റാറ്റ് അപ്പോൾ ഉടനെ തിരിച്ചയക്കും. ഇത് പരിഗണിക്കാൻ വഴിയില്ല, ഇതിന്റെ ഒറിജിനൽ അയക്കും. ഉടനെ അടുത്ത ഒരു ഉത്തരവിനകത്ത് ഒരു 2 ഫോട്ടോസ്റ്റാറ്റ് തിരികെ വിടും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് നമുക്ക് ഇദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു DYSP എന്നെ വിളിച്ചു, ഇതുപോലെ ഷൗക്കത്ത് അലി സാറിനെ ഇതുപോലെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വാർത്ത കൊടുക്കുക. നമ്മൾ വാർത്ത കൊടുത്തതിന് ശേഷം കൃത്യമായിട്ട് അടുത്ത ലിസ്റ്റ് വന്നപ്പോൾ സാധനം എല്ലാം കൊടുത്തു. കൃത്യമായി പുള്ളിക്ക് IPS കൊടുത്തിട്ട് വേറെ എങ്ങും ഇവരത് പുള്ളിയെ നിയോഗിച്ചില്ല. അതേസമയം ഈ നാട്ടിലുള്ള സകലമാന ക്രിമിനലുകൾക്കും IPS കൊടുത്ത് ഇവരെയൊക്കെ ക്രമസമാധാന ചുമതലയെ കൊണ്ടുവന്ന് ജില്ലയുടെ ചുമതല കൊടുത്തു. വിനോദ് കുമാറിനൊക്കെ എന്തെല്ലാം ആരോപണമുള്ള അബ്ദുൾ റഷീദ് ആവുന്നത് പിടിച്ചു ഒരു ജില്ലയ്ക്ക് വേണ്ടി, എന്തോ ഭാഗ്യത്തിന് കൊടുത്തില്ല. അബ്ദുൾ റഷീദ് പറയുന്ന അബ്ദുൾ റഷീദ് ആണോ? അബ്ദുൾ റഷീദ് അയാൾ മഹാ കുഴപ്പക്കാരനല്ലെന്ന് എന്നോട്. അത് വളരെ ഉണ്ണിത്താനെ വധിക്കാൻ ശ്രമിച്ച കേസില് കള്ളക്കേസ് കുടിക്കുന്ന പുള്ളി പറയുന്നത് അതൊന്നും ചുമ്മാതാണ്. അത് എനിക്കൊരു അബദ്ധം പറ്റി. ഞാനൊരു കേസിന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സൈബർ പോലീസ് സ്റ്റേഷനിൽ പോയി. ഈ സൈബർ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇദ്ദേഹത്തെ ഏതോ ഒരു ഡിപ്പാർട്ട്മെന്റ് ചുമതലയുള്ള SP അവിടെ ആ സമയത്ത്. അപ്പൊ എൻ്റെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിറങ്ങിയപ്പം 2 പോലീസുകാർ വന്നിട്ട് പറഞ്ഞു, സാറിനൊന്ന് കാണണമെന്ന്. ഏത് സാറാണ്? SP സാറൊന്ന് കാണണമെന്ന്. ഞാൻ സാധാരണ കാണുന്ന തരത്തിൽ മുണ്ടൊക്കെ കൈ അറ്റത്ത് പിടിച്ച് ഞാൻ SP സാറിന് അവിടെ ചെന്ന് കഴിയുമ്പോഴേ ഇദ്ദേഹം വന്നത്. എനിക്കറിയാമല്ലോ, നമ്മള് വാർത്ത എന്നോട് പറഞ്ഞു എന്നെ എന്തിനാണ് ഉപദ്രവിക്കുന്നത്, ഞാൻ പറഞ്ഞ എന്നെ എന്തൊക്കെ ഞാൻ ഒരു ഊരിപ്പോരുവാണ്. അങ്ങനെയാണ് എനിക്ക് അദ്ദേഹത്തെ പരിചയമുള്ളത്. എനിവേ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ഭയങ്കര കയ്യടി കിട്ടും. കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വികാരമാണ്. ഈ ഷൗക്കത്ത് അലി എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമായിട്ടാണ് ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹം അങ്ങനെ തന്നെയാണ്. അത് അപ്പൊ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി വരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ധവളപത്രത്തിന് വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കി. അത് നല്ല കമ്മിറ്റിയാണ് വെച്ചത്. നല്ല കമ്മിറ്റി. ആ ചന്ദ്രശേഖരനും ജ്യോതിലാലും ഒക്കെയാണ്. ജ്യോതിലാൽ ഇപ്പം നിലവിലുള്ള സീനിയർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും ഇന്റഗ്രേറ്റ് ഉള്ള ഉദ്യോഗസ്ഥനാണ്. എനിക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറി തോന്നുന്നു ജ്യോതിലാൽ. നേരത്തെ പൊതുഭരണ വകുപ്പിന് സെക്രട്ടറി, പൊതുമരാമത്ത്, പൊതുഗതാഗതം എല്ലാത്തിനും. അതായത് ഇപ്പം നിലവിലുള്ള എന്ന് വെച്ചാൽ വഴക്കുണ്ടാക്കാനും പോകത്തില്ല എന്ന പണി ചെയ്യുന്ന ഒരാളാണ്. അതെ, അതായത് വളരെ ശാന്തമായിട്ട് പോകുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിന്റെ പേര് എല്ലായിടത്തും കേട്ടിട്ടുണ്ട്. പണി അറിയാവുന്ന ആളാണ്. ആകപ്പാടെ അദ്ദേഹം വിവാദത്തിൽ പെട്ടത് തച്ചങ്കരി KSRTC അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായി. അപ്പം പൊതുഗതാഗത എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ KSRTC ചെയർമാനും ഗതാഗത വകുപ്പ് സെക്രട്ടറി പുള്ളിയാണ്. അപ്പൊ ഇവിടുത്തെ തീരുമാനം അങ്ങോട്ടയക്കും, KSRTC തീരുമാനം അങ്ങോട്ടയക്കും. ആ തീരുമാനം അയക്കാനായിട്ട് ശുപാർശ ചെയ്യുന്ന ആള് തന്നെയാണ് ആ തീരുമാനം ഒപ്പിട്ട് ഇങ്ങോട്ട് അയക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിവാദം. പക്ഷേ അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി വെച്ചിരിക്കുന്നു, നല്ലതായിരിക്കും. ധവളപത്രമാണ് ഏറ്റവും ആവശ്യം. കാരണം ഖജനാവിന്റെ ശൂന്യത തിരിച്ചറിഞ്ഞാൽ മാത്രമേ. അതല്ലേ ഇവർ ചോദിക്കുന്ന കേട്ടില്ല, ഇത്രയും പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ നടത്തി ഖജനാവിൽ പൈസ ഇല്ലെന്ന് AK ആന്റണി പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഇവർ ഇത് ഇത്രയും ഈ പറയുന്ന ഇത്രയും പ്രഖ്യാപനങ്ങൾ നടത്തുന്നതെന്നുള്ള ചോദ്യം. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഞാൻ പറഞ്ഞത്, ഞാൻ ആശങ്കപ്പെടുന്ന ഒരു കാര്യം, VD സതീശൻ വലിയൊരു തരംഗം ഉണ്ടായിരുന്നു. ആ തരംഗം
എത്ര ദിവസം നിൽക്കുമെന്ന് അറിയില്ല. അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളത്. ഇന്ന് ജിൻഡോ ജോൺ പോലും അദ്ദേഹത്തിനെതിരെ ചൊറിഞ്ഞിരിക്കുന്നു. ജിൻഡോ ജോൺ ഒന്നും ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളല്ല. പക്ഷെ ആ ജിൻഡോ ജോൺ ചൊറിഞ്ഞിരിക്കുന്നതിനകത്ത് കാര്യമില്ലാതില്ല. ജാതിയായി വി.ഡി. സതീശൻ എന്ന് അറിഞ്ഞുകൊണ്ടിരുന്ന ആൾ എന്തിനാണ് അപ്പോൾ വടശ്ശേരിയിൽ ദാമോദര മേനോൻ മകൻ അത് എന്തിനു പറഞ്ഞു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത്തരം ചോദ്യങ്ങൾ മാത്രമല്ല, പലയിടങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഞാൻ വളരെ സങ്കടത്തോടെ പറയുന്ന ഒരു കാര്യം പറയാം. എനിക്ക് വളരെ നിരാശ തോന്നുന്ന കാര്യം, ഒന്ന്, 2 ഓഫീസർമാർ, നല്ല ഓഫീസർമാർ പുറത്താണ്, അവർ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കാണും. ഏറ്റവും നിർണായകമായ പോസ്റ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. ഈ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ രാജമാണിക്യത്തെയാണ്. ഈ രാജമാണിക്ക് ഒന്നാമത് പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ല. അദ്ദേഹം സെക്രട്ടറി ആയിട്ട് 1 വർഷമായിട്ടുള്ളൂ. റവന്യൂ വകുപ്പിൽ മാത്രം അദ്ദേഹം ചുമതല ചെയ്തിട്ടു, വേറൊരിടത്തൊന്നും വർക്ക് ചെയ്തിട്ടില്ല ഈ സെക്രട്ടറി നിലവിലെ. ദേവസ്വത്തിന്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെക്കാൾ സീനിയർ ആയിരിക്കുന്നവരാണ് എല്ലാ വകുപ്പും ഭരിക്കുന്നത്. അവിടെ നിന്നാണ് അവരോട് ഇദ്ദേഹം സാറെന്ന് വിളിക്കേണ്ടത്. ഈ പറയുന്ന മേലുദ്യോഗസ്ഥനെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയി അല്ലല്ലോ, പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലോ, വെറും സെക്രട്ടറി ആവാനേ പറ്റത്തുള്ളൂ. ഈ സെക്രട്ടറി മേലുദ്യോഗസ്ഥന്മാരെ സാറെന്ന് വിളിച്ചാൽ അവർ എത്രമാത്രം ഗൗനിക്കും എന്നുള്ള പ്രശ്നമുണ്ട്. അതേസമയം പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള പവർഫുൾ ആയ ഒരു ഉദ്യോഗസ്ഥൻ, ഞാൻ അത് എപ്പോഴും പറഞ്ഞ്, ഞാൻ വി.ഡി. സതീശനോട് പറഞ്ഞതാണ്, മുഖ്യമന്ത്രിയോട്, ഞാൻ വി.ഡി. സതീശൻ ഇനി പറയാൻ പറ്റത്തില്ല, മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് പറഞ്ഞതാണ്, ആരാധകർ ബഹളം വയ്ക്കും, ഞാൻ അവരുമായി ബന്ധപ്പെട്ട ക്യാമ്പിൽ പറഞ്ഞതാണ്, ഏറ്റവും മികച്ച ഓഫീസർ ബി അശോകാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്, പണിയറിയാം, അഴിമതിയില്ല, ഭയങ്കര കാര്യക്ഷമതയുണ്ട്. അവർക്ക് എന്തോ കാരണത്താൽ രാജമാണിക്യത്തിന്, അത് ഞാൻ അന്വേഷിച്ചു, എന്താണ് ഈ രാജമാണിക്യം നോക്കണം. രാജമാണിക്യം ഒരുപാട് വിഷയം, ഒന്ന് സീനിയർ അല്ല, 2 ഈ രാജമാണിക്യം പല രാജമാണിക്യം ശാന്തനാണ്, ആരെയും ഉപദ്രവിക്കുന്ന ആളല്ല, ആരെയും ബുദ്ധിമുട്ടിക്കുന്ന ആളല്ല, ശത്രുവിനോട്. ഇപ്പൊ നമ്മളിപ്പോ രാജമാണിക്യത്തിനെതിരെ ഇപ്പൊ പറഞ്ഞെന്ന് വെച്ചോളൂ, രാജമാണിക്യത്തെ കണ്ടാൽ ചിരിച്ചു കാണിക്കത്തുള്ളൂ, അല്ലാതെ പക വീട്ടാൻ വേണ്ടി ഇറങ്ങത്തില്ല. പക്ഷേ രാജമാണിക്യം ഒതുക്കത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ്. പല കാരണങ്ങൾ, ഉദാഹരണം 3-4 കാര്യം പറയാം. ഒന്ന്, ഈ പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ നിരവധി ഭൂമി പതിച്ചു കൊടുക്കൽ പരിപാടിയുണ്ട്. ഇപ്പൊ ഇനി വരാൻ പോകുന്നുള്ളൂ. അത് ആ UDFന്റെ കാലത്തും ഇതുപോലെ അവസാനം കൊണ്ട് കൊടുത്തായിരുന്നു. ഇത് ഒരുപാട് ഭൂമി പതിച്ചിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷണം വരുവാണെങ്കിൽ, ഇതിൽ എനിക്കറിയാവുന്ന ഒരു സംവിധാനത്തിന്, ഞാൻ അത് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവർക്ക് ചില ഭൂമി പതിച്ചു കൊടുത്തതിൽ വലിയൊരു സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട്. വലിയ അഴിമതിയാണ്. ആ അഴിമതിയിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന് എനിക്കറിയാം, രേഖകൾ കൈ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇങ്ങനെ തന്നെ വലിയൊരു അഴിമതിക്ക് കളമൊരുക്കുന്ന തരത്തിൽ ഈ ഭൂമി പതിക്കൽ അവസാന ഘട്ടത്തിൽ നടത്തിയതിന്റെ സമയത്ത് റവന്യൂ സെക്രട്ടറി ഇദ്ദേഹമാണ്. 1. 2, നമ്മൾ ഇവിടെ പിണറായി വിജയനെ താഴെ ഇറക്കി UDF സർക്കാരിന്റെ അധികാരത്തിൽ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശബരിമലയാണ്. ഈ ശബരിമലയിൽ മോഷണം നടക്കുന്ന സമയത്ത് ദേവസ്വം സെക്രട്ടറി ഇദ്ദേഹമാണ്. ഇതൊന്നും പലരും ശ്രദ്ധിച്ചിട്ടില്ല. തമിഴ്നാട്ടുകാരനാണ്, സ്വർണം കൊണ്ടുപോയി തമിഴ്നാട്ടിലേക്കാണ്. അപ്പൊ നാളെ ഇതൊക്കെ ഒരു അന്വേഷണമായി കൂടാഴുകയില്ല. അപ്പൊ ഈ പൊസിഷനിൽ ഇരുന്ന് കഴിയുമ്പോൾ അതൊരു ശരിയാവും. ഇനിയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അടുത്തത് KSIDC എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ട്. ഈ KSIDC ആയിട്ട് ബന്ധപ്പെട്ട 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഈ മാസപ്പടി വിവാദം ഉണ്ടല്ലോ, കൈക്കൂലി നടക്കുമ്പോൾ ആ കാർത്തയ സമിതി KSIDC ചെയർമാനാണ് ഇയാൾ. അവിടെ ഇയാളുണ്ട്. 2, ഈ പ്രശാന്തിനെ ആഴക്കടൽ ഇടപെടലായി പ്രശാന്തിനെ പുറത്താക്കി സംഭവം. അന്ന് യഥാർത്ഥത്തിൽ KSIDC ഇദ്ദേഹം ചെയർമാനായിരിക്കുമ്പോൾ KSIDCയുടെ ഒപ്പുവെച്ച, അതാണ് ഈ മറ്റേ ഈ തട്ടിപ്പ് കമ്പനിയായിട്ട് കരാർ ഒപ്പുവെച്ച KSIDCയുടെ ചെയർമാനാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ, ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കപ്പൽ വിൽക്കാൻ പ്രശാന്ത് ഇടപെടുന്നത്. അപ്പൊ അതിന്റെ പേരിലാണ് അയാളെ സസ്പെൻഡ് ചെയ്തത്. വേരിഫിക്കേഷൻ നടത്താതെ ഈ KSIDCയുടെ ഈ തട്ടിപ്പ് കമ്പനിയോട് ഒപ്പിട്ടത് ഇദ്ദേഹമാണ്. എന്നിട്ട് പക്ഷേ പിണറായി അയാളെ സംരക്ഷിച്ചു. ഇനിയുണ്ട് ഒരു ഗുരുതരമായ വിഷയം. ഇയാൾ എറണാകുളം കളക്ടറായിരുന്ന സമയത്താണ് മെട്രോയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് മറ്റെല്ലാവർക്കും കൊടുത്തതിന്റെ ഇരട്ടിയിലിരട്ടി വിലയ്ക്ക് ശീമാട്ടിക്ക് സ്ഥലം കൊടുത്തു. 1 സെന്റിന് 80 ലക്ഷം രൂപ. അന്ന് വിലയിൽ അവിടെ അത് പിന്നീട് വലിയ വിവാദമായി വിജിലൻസ് കേസ് ഊരിയെടുത്തു. കാരണം 10 കൊല്ലം ഭരിച്ചവരാണല്ലോ. ഇത്തരത്തിൽ ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഇനി നമ്മുടെ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു റോള് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി അതും പോട്ടെ, ഇദ്ദേഹത്തിന്റെ ഭാര്യ ആരാണ്? നിശാന്തിനെ അറിയാമല്ലോ. അറിയാം. നമ്മുടെ തൊടുപുഴയിൽ ഒരു ബാങ്ക് മാനേജർ ഇടിച്ച് കുഴപ്പമാക്കിയിട്ട് അവസാനം അത് സെറ്റിൽ ചെയ്യുമായിരുന്നു. സെറ്റിൽ ചെയ്ത നീ ഓർക്കണം, ഹൈക്കോടതിയിൽ എത്തുന്നു, എല്ലാ സംവിധാനങ്ങളും ഒതുക്കിയിട്ടും അയാൾ നിയമ പോരാട്ടം നടത്തി കോടതി ചെല്ലുന്നു, എല്ലാ തെളിവുകളും ഹാജരാക്കുന്നു, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇയാളെ ദിവസങ്ങളോളം ഇയാൾ മാരകം മർദ്ദിച്ച, എന്നിട്ട് കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് സെറ്റിൽ ചെയ്യാണ്. സെറ്റിൽ ചെയ്ത് 25 ലക്ഷം രൂപ കൊടുക്കുകയാണ്. അങ്ങനെ അല്ല, ഇവരെ ജോലി പോകേണ്ടതാണ്. ഈ 25 ലക്ഷം രൂപ കൊടുത്തതിനെ തുടർന്ന് ഇവരെ ജോലി തിരിച്ചു കിട്ടുന്നു.
25 ലക്ഷം രൂപ എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുത്തു എന്നതിനെക്കുറിച്ച് EDയുടെ പേരിൽ പരാതിയുണ്ട്. പക്ഷെ അത് അന്വേഷിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു ഷെയ്ഡി കാറ്റ് എന്ത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു സംശയ നിഴലിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി ഓഫീസിൽ കൊണ്ടുവരുന്ന മറ്റൊരു ശിവശങ്കറാവും. അത് ഉറപ്പായിട്ടും വരും. അപ്പൊ ഇത് ശിവശങ്കറോ KM എബ്രഹാം ആരെങ്കിലും ആവാം. ഇത് ഈ തുടക്കത്തിൽ തന്നെ അത് കല്ലുകടിയായിട്ടും അത് വലിയാവും. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ VD സതീശൻ നല്ല വിഷനുള്ള മനുഷ്യനാണ്. VD സതീശനെ അഴിമതിക്കാരനാണെന്ന് വിശ്വസിക്കാൻ എൻ്റെ തെളിവുകളൊന്നുമില്ല, പലരും പറയാറുണ്ടെങ്കിലും. VD സതീശൻ ഇപ്പം പറഞ്ഞതൊക്കെ വെച്ച് നമുക്ക് അദ്ദേഹത്തിന് ബഹുമാനം. പക്ഷേ അദ്ദേഹത്തിന് ചുറ്റിനും പലരും സൂക്ഷിക്കേണ്ട ആളുകളാണ്. അതെ, ഈ കൊണ്ട് നടക്കുന്ന ഇപ്പം നവാസ് എന്ന പേരുള്ള VD സതീശൻ്റെ PA എന്ന് പറയുന്ന ഒരു കക്ഷി, PA ആണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. PA ആണോ എന്താ, അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വസ്തനാണ്. ഈ നവാസ് ചില കച്ചവടങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് വിശ്വസനീയമായ രീതിയിൽ എനിക്കറിയാൻ കഴിഞ്ഞു. അപ്പൊ ഈ നവാസ് ആണത്രേ, അത് ഞാൻ ആണത്രേ എന്ന് പറയുന്നത് ഉറപ്പില്ലാത്തതുകൊണ്ടാണ്, നവാസ് ആണത്രേ ഈ നമ്മുടെ രാജമാണിക്യത്തെ ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. അപ്പം ഇതിന് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള വളരെ എന്താണ് പറയുന്നത്, മോശം ഇമേജ് ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകളൊക്കെ കൊണ്ട് സർവീസിൽ ഇരുന്നാൽ ഇത് മുഖ്യമന്ത്രി ഓഫീസ് എല്ലാം കോംപ്രമൈസ് ആവും. പോലീസിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ പോലീസിലുണ്ട്, അതെ, നിശാന്തിനി. അവർ ഭയങ്കര പവർഫുൾ ആവുമല്ലോ സ്വാഭാവികമായിട്ടും. DIG ആണ് ഇപ്പൊ നിലവിൽ. അപ്പൊ ഇവര് ഇദ്ദേഹം മുഖ്യമന്ത്രി സെക്രട്ടറി ആയാൽ നിശാന്തിനി പവർഫുൾ ആവുമല്ലോ. അപ്പോൾ ഈ പോലീസിൽ അങ്ങനെ പവർഫുൾ ആയിരിക്കുന്നിടത്തോളം പിണറായിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അന്വേഷണങ്ങൾ എന്തെങ്കിലും പോകും. കാരണം അന്വേഷണങ്ങളൊക്കെ ഇവരെയൊക്കെ ബാധിക്കും. ഇവരെല്ലാം അതിന് കൂടെ നിന്നാണ്. അത് ശരിയാണ്. മാത്രമല്ല, ഇവർ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയനും പാർട്ടിക്കാരും പറയുന്ന അനുസരിച്ച് കള്ളക്കേസ് എടുക്കാൻ നിന്ന ഒരാളാണ്. അതെ, നമുക്കെതിരെ പോലും കേസെടുത്തു. നമുക്കെതിരെ കേസെടുക്കാൻ അതിന്റെ മുഖ്യ സൂത്രധാരിയായിട്ട് നിന്നയാളാണ്. ഒരു കാര്യമില്ലാതെ എന്നിട്ട് ആ കേസ് അന്വേഷിച്ചിട്ട് ഒരു തെളിവില്ലാതെ അവിടെ വെച്ചിരിക്കുക. ഇതുവരെ ക്രൈംബ്രാഞ്ച് ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ പരാതി കൊടുത്തവനകത്ത് പോകും. അതെ, ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ നമുക്ക് VD സതീശനെ കുറിച്ച് പ്രതീക്ഷയുണ്ട്. ഇതുവരെ അദ്ദേഹം പറഞ്ഞതും ചെയ്യുന്നതും ഒക്കെ നമുക്ക് ആവേശം. പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്കാണ് നമുക്ക് അവതാരങ്ങളെ ഒഴിവാക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്നാണ് പിണറായി വിജയൻ സർക്കാരിൽ അന്ന് പിണറായി വിജയൻ പറഞ്ഞു. പക്ഷേ പിന്നീട് ആ അവതാരങ്ങൾ കാരണമാണ് പിണറായി വിജയൻ ഇത്രയും പണി കിട്ടിയത്. അത് എപ്പോഴും അങ്ങനെയാണ്. അതായത് നിങ്ങളോ ഞാനോ ആ മന്ത്രി കസേര പോയിരുന്നാലും വളരെ വലിയ, നമ്മൾ എത്രയോ കോടിയുടെ ഇടപാടാണ് നടക്കുന്നത്. അതെ, ഈ വലിയ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് മൊത്തം മനസ്സിലാക്കത്തില്ല. നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത് ചെയ്യിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അതെ, ഈ ഉദ്യോഗസ്ഥരെ നമ്മൾ വിശ്വസിച്ച് പോവുകയും അവർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്താൽ തീർന്നു, പണി കഴിയും. ഇത് വലിയ ഗൗരവമേറിയൊരു വിഷയമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് സതീശന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, പദ്ധതികളുണ്ട്, ചെറിയ കാര്യങ്ങൾ അദ്ദേഹം ഒരുപാട് മാതൃകാപരമായ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ നല്ല ഒരു ടീമിനെ കൊണ്ട് നിർത്തുക, അല്ലെ എക്സ്പീരിയൻസിനുള്ള, പറഞ്ഞാൽ പണി കൃത്യമായി ചെയ്യാൻ അറിയാവുന്ന ഒരു ടീമിനെ കൊണ്ട് കൂടെ നിർത്തി. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ആൾക്കാർ, നല്ല ഉദ്യോഗസ്ഥർ ഇഷ്ടംപോലെ പല വകുപ്പുകളിലായിട്ട് കിടപ്പുണ്ട്. അവരെ കണ്ടെത്തി എടുക്കുക എന്നുള്ളത്. ഇതിപ്പം ഈ പറഞ്ഞ അവതാരങ്ങളെ മൊത്തം കൊണ്ട് കയറ്റി കഴിഞ്ഞാലുള്ള പ്രശ്നം ഇത് മറ്റൊരു പിണറായി സർക്കാർ തന്നെയാവും. രണ്ടാം പിണറായി സർക്കാരാണല്ലോ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അഴിമതി കാണിച്ചത്. എന്തായാലും ഞാൻ പറയുന്നത് ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചുരുക്കുന്നു. നമുക്കൊരു ചെറിയ കാര്യം കൂടി പറയാനുണ്ട്. ആ ഭാഗത്തെക്കുറിച്ച് പറയാനുള്ളത്, ഈ VD സതീശൻ ഒരു പടുകുടിയുടെ വക്കിൽ നിൽക്കുക, തൻ്റെ 2 കാലും കിണറ്റിലേക്ക് ഇട്ട് ആ കുഴിയിലേക്ക് ഇട്ടിട്ടിരിക്കുക. ചാടണോ വേണ്ടെന്ന് വേണേ തിരിച്ചു കയറി പോരാ. അല്ലാതെ ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ വലയിൽ ചെന്ന്, പ്രത്യേകിച്ച് ഇപ്പോൾ അദ്ദേഹം രാജമാണിക്യത്തെ കൊണ്ട് തന്റെ ചുമതലയുള്ള പ്രൈവറ്റ്, അദ്ദേഹം പലരോടും അവകാശപ്പെടുന്നുണ്ട്. രാജമാണിക്യം പലരും ചെന്ന് പറഞ്ഞാൽ ഞാനായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നാലും പറയുന്നുണ്ട്. ചെന്നാൽ ഉറപ്പായിട്ടും ഇതാണ് പശ്ചാത്തലം. ഈ പശ്ചാത്തലമൊക്കെ അന്വേഷിച്ചാൽ VD സതീശന് കൊള്ളാം. കാരണം ഈ പുതിയ തലമുറയ്ക്ക് പോലും VD സതീശനെ കുറിച്ച് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നിലനിൽക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കേരളം നന്നാവണം നമ്മൾ ആഗ്രഹിക്കുന്നത്. VD സതീശനെ കുറിച്ച് വ്യക്തിപരമായ ഒരു ആക്ഷേപം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ഇതാണ് ഒരു സാഹചര്യം. പ്രത്യേകിച്ച് ചുറ്റിന് ശത്രുക്കളാണ്. പാർട്ടിക്കകത്ത് തന്നെ ആഭ്യന്തരവും വിജിലൻസും ശത്രുവാണ്. പറ്റിയ 2.5 കൊല്ലത്തിനുള്ളിൽ ഈ പുള്ളിയെ പറഞ്ഞു വിടാൻ വേണ്ടിയുള്ള ശ്രമം അതാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത്. 2 കൊല്ലത്തിന് 2.5 കൊല്ലം കഴിയുമ്പോൾ ഹൈക്കമാൻഡ് അങ്ങനെ ചുറ്റിനും ശത്രുക്കളുള്ളപ്പം വളരെ ജാഗ്രത കാണിച്ചില്ലെങ്കിൽ പണ്ടൊക്കെ ആയിരുന്നെ കേന്ദ്രമന്ത്രിയാക്കി അങ്ങ് കൊണ്ടുപോയാൽ മതിയാണ്. ഇപ്പൊ കേന്ദ്രത്തിൽ ഭരണവുമില്ല, അതുകൊണ്ട് വേറൊരു പണി ഹൈക്കമാൻഡാണ് പുള്ളിയുടെ ശത്രു. അതെ, പുള്ളി പണി പോയാൽ തീർന്ന് വെറും MLA ആയിട്ട് ഇവിടെ ഇരിക്കേണ്ടി ഇതിനകത്ത് തന്നെ. ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ അത് നമ്മുടെ തെരുവുനായകളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള സുപ്രീം കോടതിയുടെ ഒരു വിധി
ഇന്ന് വന്നിട്ടുണ്ട്. അതായത് അക്രമകാരികളായ നായകളെ ദയാവധം ചെയ്യാം എന്നുള്ളതാണ് വിധി വന്നിരിക്കുന്നത്, ജനങ്ങളെ ആക്രമിക്കുന്ന നായകളെ. അതിനൊപ്പം തന്നെ പഴയ 1-2 വിധിയുണ്ട്. പഴയ വിധിയിൽ പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പൊതുസ്ഥലങ്ങൾ, ഇവിടെ നിന്നുള്ള നായകളെ പിടികൂടി വന്ധ്യംകരിച്ച് വീണ്ടും അവിടെ കൊണ്ടുവിടാതെ ഷെൽട്ടറുകളിൽ താമസിപ്പിക്കണം എന്നുള്ള ആ ഒരു വിധിയിൽ ഇന്ന് അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് റദ്ദാക്കണമെന്നും പറഞ്ഞാണ് ഈ മൃഗസ്നേഹികൾ അങ്ങോട്ട് പോയത്. അത് തള്ളിക്കളഞ്ഞിട്ട് അത് അവിടെ തന്നെ പിടിച്ചോണ്ട് പോകുന്ന അതിനെ ഷെൽട്ടറിലാക്കണം, അതിനെ അതുപോലെ വന്ധ്യംകരിക്കണം, വാക്സിൻ എടുക്കണം. ഈ വാക്സിൻ എടുക്കുക വലിയ വീഴ്ച സംഭവിച്ചു, സംസ്ഥാനങ്ങളുടെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായി. ഈ മൃഗങ്ങൾക്ക് വാക്സിൻ എടുത്തവയെ പോലും തെരുവിലേക്ക് തുറന്നുവിടാൻ പാടില്ലെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. വളരെ സുപ്രധാനമായൊരു വിധിയാണ്. അതായത് തെരുവ് നായ എന്ന് പറയുന്നതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് ആ ബുദ്ധിമുട്ട് എത്ര പേര് മരിച്ചു, എത്ര ആളുകൾ മരിച്ചു, എത്ര പേർ അല്ല അത് ഈ വാക്സിൻ കുംഭകോണം കേരളത്തിൽ നടന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ വാക്സിനുകളുടെ ഗുണനിലവാരമില്ലായ്മ ഒരു വലിയ ഘടകമാണ്. അപ്പൊ ഈ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഹ്യൂമൻ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതായത് മനുഷ്യന്റെ സിറത്തിൽ നിന്നുള്ള ആ പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്ന സംഭവം, അത് കൂടുതലായിട്ട് ഉപയോഗിക്കണം, അതിന് വേണ്ട വാക്സിനുകൾ കരുതണം എന്നുള്ള എല്ലാം ഇന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ തെരുവ് നായകൾ നമുക്കൊക്കെ ഓടി രക്ഷണം, പിള്ളേരൊക്കെയാണ് അനുഭവിക്കുന്നത്. കുഞ്ഞുങ്ങളെയൊക്കെ ആക്രമിക്കുന്ന നമ്മൾ CCTV കണ്ട് ഇഷ്ടംപോലെ സംഭവങ്ങൾ നമ്മുടെ നാടിന് ചുറ്റും നടന്നിട്ടുണ്ട്. വലിയ വൃദ്ധര്, നടക്കാൻ വയ്യാത്ത വയോധികരായിട്ടുള്ള ആൾക്കാർ, ഇവരെയൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്കാണെങ്കിൽ പോലും നമ്മൾ മുമ്പ് ഒരു 5 പട്ടി ഒന്നിച്ചു വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രത്യേകിച്ച് ഭയം ഓടും. നമുക്ക് അതിനോട് എതിരിട്ടാൽ ശരിക്കും പറഞ്ഞാൽ ഈ തെരുവ് നായകളെ കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ മുതിർന്നവർ, പിള്ളേരല്ല. അതെ, ഒരു നായ ഒരു നായക്കൂട്ടം നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമ്മൾ അതിനേക്കാൾ ശബ്ദത്തിൽ അവർക്ക് നേരെ ചെന്ന് ഇവർ പോകും. എനിക്ക് അനുഭവമുണ്ട്. ഒരു നായക്കൂട്ടം കുറച്ച് വന്നു, ഞാൻ അപ്പോഴത്തേക്ക് അലോറി അങ്ങ് ചെന്നപ്പോൾ എല്ലാവരും പാലും ചുരുട്ടി ഓടി. കാരണം ഇവർക്ക് പേടിയാണ്, നമ്മുടെ ശബ്ദം അവരുടെ. മനുഷ്യനെ എല്ലാ ജീവികൾക്കും പേടിയാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ മനുഷ്യൻ ഒരു പട്ടിയെ കാണുമ്പോൾ ഓടും. അവന് ധൈര്യം കൂടും, അവൻ ഓടിച്ചിട്ട് കടിക്കും, അവന് ധൈര്യം കൂടും. അപ്പം ഇത്തരം ഒരു വലിയൊരു ഗൗരവമേറിയ വിഷയം, ആ ഗൗരവമേറിയ വിഷയത്തിന് സുപ്രീം കോടതി പരിഹാരമുണ്ടാക്കിയിരിക്കുന്നു. അത് വളരെ സന്തോഷകരമായ ഒരു സംഭവമാണ്. ഈ ദിവസം സതീശൻ പടുകുഴിയിലേക്ക് ചാടുമോ എന്നൊരു ആശങ്ക പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് തെരുവ് നായകളെ ശല്യത്തിൽ നിന്നും നമ്മളെ ഭരണകൂടം പരാജയപ്പെട്ടപ്പോൾ സുപ്രീം കോടതി രക്ഷിച്ചിരിക്കുന്നു എന്നൊരു സന്തോഷ വാർത്തയോടെയുണ്ട്. നന്ദി.